കോഴിക്കോട് ആഡംബര കാറുകളുടെ പരസ്യ ചിത്രീകരണത്തിനിടെ യുവാവ് കാർ ഇടിച്ച് മരിച്ച കേസിൽ വാഹനം ഓടിച്ചവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. അപകടം വരുത്തിയ ബെൻസ് വാഹനം ഓടിച്ച സാബിത് റഹ്മാന്റെയും ഡിഫൻഡർ വാഹനം ഓടിച്ച മുഹമ്മദ് റഹീസിന്റെയും ലൈസൻസാണ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തത്. സാബിത് റഹ്മാന്റെ ലൈസൻസ് 1 വർഷത്തേക്ക്, മുഹമ്മദ് റഹീസിന്റെ ലൈസൻസ് 6 മാസത്തേക്കുമാണ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തത്. എൻഫോഴ്സ്മെന്റ് ആർടിഒയ്ക്ക് മുൻപാകെ ഇരുവരും നേരിട്ട് ഹാജരായി നൽകിയ മറുപടി തൃപ്തികരമല്ലെന്ന് കണ്ടെത്തിയാണ് നടപടി. അപകടം വരുത്തിയ ബെൻസ് വാഹനത്തിലെ നമ്പർ പ്ലേറ്റ് പഴയതാണെന്നും അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചു. വാഹനത്തിന്റെ രേഖകൾ ഉടൻ ഹാജരാക്കാനും നിർദ്ദേശം നൽകി. അമിത വേഗതയിൽ സഞ്ചരിച്ചതിന് ബെൻസ് വാഹനത്തിനെതിരെ കോഴിക്കോട് നഗരപരിധിയിൽ ഇതിനു മുൻപ് 2 കേസുകളുണ്ട്. ഡിഫൻഡർ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റി ടെമ്പററി രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ചതിനെതിരെയും കേസെടുത്തു. തുടരന്വേഷണത്തിനായി 2-അംഗ സംഘത്തെ മോട്ടോർ വാഹന വകുപ്പ് നിയോഗിച്ചു. ഒരാൾക്ക് 1 വർഷവും ഒരാൾക്ക് 6 മാസമായിട്ട് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ജീവകാരന് ഇൻഷുറൻസ് ഇല്ല, പിന്നെ കേരള ടാക്സ് ഇല്ല. യഥാർത്ഥ നമ്പർ എക്സിബിറ്റ് അവിടെ വണ്ടി ചെയ്തിട്ടുള്ള TS09 UA9 ആണ്. അപ്പോൾ ആക്ച്വൽ നമ്പർ എന്ന് പറയുന്നത് TS09 GF 7636. ഈ ജീവാൻ വണ്ടിയുടെ ഒറിജിനൽ റെക്കോർഡ്സുകളെല്ലാം ഹാജരാക്കാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവർ ഉടനെ തന്നെ ഹാജരാക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അത് വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള തുടർ നടപടി. ഡിഫൻഡർ 10BK001 അത് മലപ്പുറം അഡ്രസ്സാണ്. ആ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ മാറ്റി വെച്ചതിന് അതും കേസെടുത്തിട്ടുണ്ട്. പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടിയ വണ്ടിയാണ്, ടെമ്പററി രജിസ്ട്രേഷനാണ് ഓടിയത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് മോട്ടോർ വാഹന വകുപ്പ് കത്തും നൽകി. ചൊവ്വാഴ്ചയുണ്ടായ അപകടത്തിൽ വടകര കടമേരി സ്വദേശി ആൽവിനാണ് കൊല്ലപ്പെട്ടത്.